പടത്തിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ആ വില്ലത്തിയെ കാണിക്കുന്നു. അവള് ബോധം കെട്ട് അങ്ങനെ കിടക്കാണ്. അവളുടെ തൊട്ടടുത്ത് എക്കിമാരും ആവട്ടെ അവൾക്ക് ബോധം വരുന്നത് നോക്കി അങ്ങനെ ഇരിപ്പാണ്. അപ്പൊ മറ്റൊരു ഭാഗത്ത് നിന്ന് ഇപ്പൊ കബൂട്ടോ അവൻ ആ ത്രീ ടൈൽ മോൺസ്റ്ററിനെ നോക്കി, ഞാൻ ചിന്തിച്ചതിനും അപ്പുറമാണ് ഇതിന്റെ പവർ. അതുകൊണ്ട് മറ്റൊരു പ്ലാൻ ഇട്ട് എന്തെങ്കിലും ഒരു ടാക്ടിക്കിലൂടെ മാത്രമേ ഇതിനെ കീഴടക്കി കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് അവൻ മറ്റു പല പ്ലാനുകള് ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. ഇവിടെ പുഴയുടെ കരയില് സൂര്യൻ ടീമും അവരെ കാത്തു നിൽക്കും. അപ്പൊ ആ ഒരു തടിയൻ അവൻ അവരോട് പറയും, അവളെ കാണാനില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിച്ചേ കഴിയുമെന്ന് പറഞ്ഞ് അവിടെ മുഴുവൻ അന്വേഷിക്കാൻ തുടങ്ങും. അതിന് റിഞ്ചി അവനെ പിടിച്ചു വെക്കും. പക്ഷെ അവനാവട്ടെ അവന്റെ കൈ തട്ടി മാറ്റി ഇപ്പൊ മുൻപോട്ട് പോകും. അതിന് റിഞ്ചി ചോദിക്കും, ഇവൻ എന്തിന്റെ കേടാ, ഇവന്റെ തലയ്ക്ക് വട്ടുണ്ടോ? അപ്പൊ മറ്റൊരു ഭാഗത്ത് ഇപ്പൊ കുട്ടപ്പനാവട്ടെ ചന്തയും കുത്തി അങ്ങനെ വീണ് കിടക്കുകയാണ്. അപ്പൊ കുട്ടപ്പൻ ചിന്തിക്കും, ആ ഒരു പെൺകുട്ടി അവളെങ്ങനെ ഇവരുടെ കൂടെ വന്നു? ഞാൻ മുമ്പ് പറഞ്ഞ ആ മണ്ടത്തരങ്ങൾ കേട്ടിട്ടാണോ ഒരുപക്ഷെ അവൾ അവരുടെ കൂടെ ചേർന്നിട്ടുണ്ടാവുക? അല്ലെങ്കിലും എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഞാൻ മണ്ടത്തരം മാത്രമേ പറയാറുള്ളൂ. കുട്ടപ്പൻ മുൻപോട്ട് നടക്കുമ്പോ അവൻ എന്തോ ഒരു ഇല്യൂഷനിലേക്ക് ഇപ്പൊ പെട്ടുപോവാണ്. അവന്റെ ചുറ്റും ഇപ്പൊ എന്തൊക്കെയോ കാണും. അതിന്റെ ഇടയില് ഒറോച്ചിമാറുവിനെയും സാസുകയും അവൻ കാണും. ഉടനെ കുട്ടപ്പൻ ടെൻഷനായിട്ട്, സാസുക നിനക്ക് എന്തു പറ്റി, നീ എന്താ ചെയ്യണേ? അതിന് ഒറോച്ചിമാറു പറയും, ഇവന്റെ ഫുൾ പവറും ബോഡിയും എനിക്കുള്ളതാണ്. റീആനിമേഷൻ ജിപ്സ് ഉപയോഗിച്ച് ഞാൻ ഇവനെ എനിക്ക് സ്വന്തമാക്കുന്നു പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. അതിന് കുട്ടപ്പന് കലിപ്പ് കയറി അവന്റെ റെസ്റ്റൻ ഗൺ പവർ എടുത്ത് ഇപ്പൊ ചാടി വരികയാണ്. കാക്കാഷി ഉടനെ ചാടിയിട്ട് അവന്റെ കൈ കയറി പിടിക്കും. നീ എന്താടാ കാണിക്കണേ, നിനക്ക് വട്ടുണ്ടോന്ന് ഇപ്പൊ കാക്കാഷി ചോദിക്കും. അതിന് കുട്ടപ്പൻ ടെൻഷനായിട്ട്, ഒറോച്ചിമാറു അവനെന്റെ തൊട്ട് മുൻപിലുണ്ട്. അതിന് കാക്കാഷി പറയും, അത് നിന്റെ വെറും ഒരു ഇല്യൂഷനാണ്, ഇത് കിബയാണ്. അത് കേൾക്കുമ്പോ ഒരുപാട് വിഷമത്തില് ഇപ്പൊ കുട്ടപ്പനാവട്ടെ അവൻ തല കുനിച്ചു നിൽക്കും. അപ്പൊ ഷിനോ അവൻ ടെൻഷനായിട്ട് പറയും, ഒന്നും അവസാനിച്ചിട്ടില്ല, ഇതൊരു വലിയ ദുരന്തത്തിന്റെ ചെറിയൊരു തുടക്കം മാത്രമാണ്. കാരണം എനിക്കെന്റെ ഇൻസെക്റ്റുകളെ പോലും ഇതുവരെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ കാക്കാഷി പറയും, കുട്ടപ്പന് പോലും ഇപ്പൊ ഒരു ഇല്യൂഷൻ ഉണ്ടായിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. അപ്പൊ കിബ കുട്ടപ്പനോട് ചോദിക്കും, നീ ലേക്കിൽ വെച്ച് എന്താണ് കണ്ടത്? അതിന് കുട്ടപ്പൻ, അതേ ഞാൻ കണ്ടു, അതൊരു ആമയെ പോലെ ഉണ്ടായിരുന്നു, അത് അതിന്റെ ഫുൾ പവർ എടുത്ത് ആ ലേക്ക് തന്നെ അടിച്ചു നശിപ്പിച്ചു. അതിന് കിബ, വെറും ഒരു ആമയ്ക്ക് ഇത്രയും പവറോ, നിനക്ക് വട്ടുണ്ടോ ചോദിക്കുമ്പോ കുട്ടപ്പൻ പറയും, അതിന് കുട്ടപ്പൻ ടെൻഷനായിട്ട്, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ, ഗാമത്തവള പറഞ്ഞത് അത് ത്രീ ടൈൽ മോൺസ്റ്റർ ആണെന്നാണ്. അത് കേട്ട് ഇപ്പൊ യാമുട്ടോ ഷോക്കാവും. അതിന് യാമുട്ടോ ടെൻഷനായിട്ട് ഇപ്പൊ കാക്കാഷിയോട് പറയും, നമ്മളിപ്പോ വലിയൊരു പ്രതിസന്ധിയിലാണ്, അവർ ഈ ത്രീ ടൈലിനെ ലക്ഷ്യമാക്കി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല, എന്തെങ്കിലും ഉടനെ നമ്മൾ ചെയ്യണം. കട്ട് ചെയ്താ ഇവിടെ യുക്കിമാരു അവൾ ആ വില്ലത്തെ തന്നെ നോക്കിയിരിക്കുകയാണ്. വില്ലത്തെ ആവട്ടെ അവളുടെ ചെറുപ്പത്തില് അവളുടെ അമ്മ അവളെ കെട്ടിയിട്ടതും ഒരുപാട് ശുശ്രൂഷിച്ചതും പിന്നീട് അവൾ ഒറോച്ചിമാറുവിനെ കണ്ടപ്പോ നീ എന്തുകൊണ്ട് അവളെ കൊന്നില്ല എന്ന് ഒറോച്ചിമാറു ചോദിക്കും. ആക്ച്വലി യുക്കിമാരുവിന്റെ അമ്മയെ കൊന്നത് അത് മറ്റാരുമല്ല, ഈ ഒരു വില്ലത്തിയാണ്. യുക്കിമാരുവിന്റെ അമ്മയുടെ ബ്ലഡ് വീണാണ് ആ ഒരു വൈറ്റ് കമീലിയ പൂക്കള് പിന്നീട് റെഡായി മാറിയത്. ഉടനെ അവൾ ഞെട്ടി എഴുന്നേറ്റ് ഇപ്പൊ യുക്കിമാരു നോക്കും. യുക്കിമാരു അവളോട്, നീ ഇപ്പൊ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ? അതിന് അവള് പറയും, ഞാൻ ഓക്കെ ആണ്, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളുടെ ഗ്യാങ്ങുമായിട്ട് ഇവിടുന്ന് പോകണം. ആ ലീഫ് വില്ലേജിലെ നിഞ്ചകള് അവരിവിടെ എത്തിയിട്ടുണ്ട്, അവരുടെ കണ്ണിൽപ്പെട്ട അത് വലിയ അപകടമാണ്. ആ വില്ലത്ത് ചോദിക്കും, എനിക്ക് ബോധമില്ലായിരുന്ന സമയത്ത് നീ എവിടെയായിരുന്നു? അതിന് യുക്കിമാര് പറയും, ഞാൻ നിന്നെ ഒരുപാട് വിളിച്ചു, പക്ഷെ നീ വിളി കേട്ടതേയില്ല, നിനക്ക് ബോധം വീഴുന്ന ഈ ഒരു നിമിഷം വരെ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് കേൾക്കുമ്പോ ആ വില്ലത്തേക്ക് ഇപ്പൊ യുക്കിമാരുവിനോട് ഒരുപാട് ഇഷ്ടം തോന്നും. കട്ട് ചെയ്താ ഇവിടെ സായും ഹിനട്ടയും അവരാ പക്ഷിയുടെ മുകളിൽ കയറി ആ നദിയില് അവിടെ എന്താ സംഭവിക്കണമെന്നറിയാൻ അവിടേക്ക് പോകും. ആ സമയത്ത് ഇപ്പൊ ഹിനട്ട ആവട്ടെ അവളുടെ വ്യാഹു കണ്ണുവെച്ച് അവള് നദിയിലേക്ക് നോക്കും. അപ്പൊ ഒരുപാട് ചക്ര പവറും ആ ഒരു മോൺസ്റ്ററിനെയും കണ്ട് അവള് ഷോക്കാവും. അവരുടനെ ഇപ്പൊ കാക്കാഷിയുടെ അടുത്ത് തിരികെ എത്തി ഹിനട്ട പറയും, ആ ലേക്ക് മുഴുവൻ ഇപ്പൊ ചക്ര പവർ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, എന്തും സംഭവിക്കാം, അതുകൊണ്ട് തന്നെ നമ്മൾ കരുതിയിരിക്കണം. അതിന് യാമുട്ടോ പറയും, തീർച്ചയായിട്ടും ഇതാ മോൺസ്റ്ററിന്റെ പവറാണ്, ആ ത്രീ ടൈലിന്റെ കൺട്രോള് അത് നശിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോ അതിന് കുട്ടപ്പൻ പറയും, ഞാൻ നദിയിലൂടെ പോയപ്പോ ആ പെൺകുട്ടിയെ അവള് വീണ്ടും കണ്ടു. അതിന് സാക്കുറ ചോദിക്കും, ഏതു പെൺകുട്ടി? അതിന് കുട്ടപ്പൻ പറയും, ഞാൻ നിന്നോട് മുൻപ് പറഞ്ഞില്ലേ പുഴക്കരയിൽ വെച്ച് കണ്ട പെൺകുട്ടി, അതേ പെൺകുട്ടിയെ ആ നദിയിലും ഞാൻ കണ്ടിരുന്നു. അതിന് യാമുട്ടോ പറയും, അത് നീ വല്ല പേക്കിനാവും കണ്ടതായിരിക്കും, അങ്ങനെ ആരും അവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതിന് കുട്ടപ്പൻ അടിച്ചു പറയും, സത്യമായിട്ടും അവിടെ ഒരുത്തി ഉണ്ടായിരുന്നു, അവളൊരു നിഞ്ചയല്ല, പക്ഷെ അവൾക്ക് ഒരുപാട് പവർ ഉണ്ട്. പക്ഷെ കാക്കാഷിക്കാണെങ്കിൽ അത് കേട്ടിട്ട് തീരെ വിശ്വാസമാവില്ല. അപ്പൊ കാക്കാഷി, പേടിക്കേണ്ട ആവശ്യമില്ല,
ഞാൻ ഫക്കൂൺ പട്ടിക്കുട്ടിയെ ഇപ്പൊ ഹൊക്കാഗെയുടെ അടുത്തേക്ക് അയച്ചിട്ടുണ്ട്. സോ ഹൊക്കാഗെയുടെ അടുത്തുനിന്ന് ഓർഡർ കിട്ടുന്നവരെ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ആരും അബദ്ധത്തിൽ പോലും ആ 3 ടൈലിന് മുൻപിലോ വില്ലന്മാരുടെ മുൻപിലോ ചെന്നുപെടാതെ ഈ ഒരു ഫോഗിന്റെ ഉള്ളിൽ തന്നെ അങ്ങനെ നിൽക്കണം. കട്ട് ചെയ്താ ഇവിടെ ഹക്കൂൺ പട്ടിക്കുട്ടി അവൻ ഹൊക്കാഗെയോട് പറയും അവരാ 3 ടൈൽ മോൺസ്റ്ററിനെ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അതിന്റെ കൺട്രോൾ തെറ്റി അത് ആ സ്ഥലം മുഴുവൻ ഇപ്പൊ അടിച്ചു നിരപ്പാക്കാണ്. അതിന് ഹൊക്കാഗെ പറയും സെക്കൻഡ് വാറിന് ശേഷം ആ ഒരു 3 ടൈൽ അത് പുറത്തു വന്നിട്ടില്ല. ഇപ്പൊ നമ്മുടെ മുൻപില് അക്കാസ്കി മെമ്പേഴ്സും ആ 3 ടൈലും ഒറോച്ചിമാറും എല്ലാവരും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. എന്തെങ്കിലും ഉടനെ ചെയ്യണം. അപ്പൊ അസിസ്റ്റന്റ് ചേച്ചി ഇപ്പൊ ഹൊക്കാഗെയോട് ചോദിക്കും അപ്പൊ അവർക്ക് മുന്നേ നമ്മൾ ആ 3 ടൈലിനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ വരുതിയിൽ കൊണ്ടുവരണോ? അതെ, അല്ലെങ്കിൽ ആ വില്ലന്മാര് അതിനെ ഉപയോഗിച്ച് ഈ ലോകം തന്നെ നശിപ്പിച്ചു കളയും. അപ്പൊ ഹൊക്കാഗെ ഇപ്പൊ അസിസ്റ്റന്റ് ചേച്ചിക്ക് ഒരു സീക്രട്ട് മിഷൻ കൊടുക്കും. അവളത് കേട്ട ഉടൻ ഇപ്പൊ പുറത്തേക്ക് പോകും. ഇവിടെ ഹോസ്പിറ്റലില് സാക്കുറ ഇല്ലാത്തതുകൊണ്ട് ഈനോ ഒരു ഓപ്പറേഷൻ ഒക്കെ നടത്തി അവള് മെഡിക്കൽ ഗെഞ്ചിപ്സുവില് കൂടുതൽ സക്സസ് ആയിട്ട് നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് മൈഗൈ മാസ്റ്റർ ഇപ്പൊ ലീനയും കബൂട്ടയും ഒരുമിച്ച് കെട്ടിയിട്ട് അവർക്ക് കോമ്പിനേഷൻ അറ്റാക്ക് ചെയ്യാൻ ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അവരുടെ ആക്ഷൻസ് കണ്ട് ഇപ്പൊ മാസ്റ്റർ നിങ്ങൾ എന്തായി ചെയ്യണേ? പരസ്പരം കോമ്പിനേഷൻ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ പരസ്പരം ഇപ്പൊ തല്ലിക്കൊന്നോണ്ടിരിക്കുകയാണോ? അത് കേട്ട് ലീ പൊട്ടിച്ചിരിക്കും. അവൻ പറയും കുഴപ്പമില്ല, ഇനി ഞാൻ നോക്കിക്കോളാം. അപ്പൊ കബൂട്ട പ്രാക്ടീസ് ചെയ്ത് ഇപ്പൊ മേലേക്ക് നോക്കുമ്പോ എന്തോ ഒരു മെസ്സേജ് അവർക്ക് അയച്ചതായിട്ട് കാണും. അവള് പറയും നമുക്കൊരു മെസ്സേജ് വരുന്നുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് പ്രാക്ടീസ് നിർത്തി ഇപ്പൊ വില്ലേജിലേക്ക് പോകണം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ഹൊക്കാഗെയുടെ മാൻഷനില് ടൺ ടൺ, ഈനോ, ലീ അവരെ 3 പേരെയും ഇപ്പൊ ഹൊക്കാഗെ വിളിച്ചു വരുത്തി അവരോട് പറയും നിങ്ങൾ എത്രയും വേഗം കാക്കാഷിക്കും ടീമിനും ബാക്കപ്പ് ആയിട്ട് പോകണം. അവരുടെ അടുത്ത് എത്തിയതിനു ശേഷം ആ ഒരു 3 ടൈൽ മോൺസ്റ്ററിനെ അതിനെ സീൽ ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരണം. സാക്കുറ, ഹിനട്ട, ലീ, ഞാൻ നമ്മൾ 4 പേരും ചേർന്നാണ് ആ ഒരു സീലിംഗ് ചിപ്സു അത് ക്രിയേറ്റ് ചെയ്യുക. അത് കേട്ട് മൈഗൈ ഭയങ്കര ഹാപ്പി. നമ്മളിത് പൊളിച്ചടുക്കുമെന്ന് പറയുമ്പോ ഫക്കൂൺ പട്ടിക്കുട്ടി പറയും നിങ്ങൾക്ക് അവരുടെ അടുത്തേക്ക് പോകാനുള്ള വഴി അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതേസമയം ഇവിടെ ഇക്കിമാരോ അവളുടെ ഫുൾ സ്ട്രെങ്ത് നഷ്ടപ്പെട്ട് ഇപ്പൊ അങ്ങനെ വീണ് കിടക്കാണ്. വില്ലത്തിക്ക് ഇപ്പൊ ഒരുപാട് വിഷമായിട്ട് അവളെ നോക്കി നിൽക്കാണ്. ഈ ഒരു പിൽസ് കൊടുത്തതുകൊണ്ടാണ് ഇവൾക്ക് ഈ ഒരു അവസ്ഥ വന്നത്. അതുകൊണ്ട് ഇനിയും അവൾ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് അതൊട്ട് ശരിയല്ല. അപ്പൊ ആ ഒരു സമയത്ത് ഇക്കിമാരും ആവട്ടെ അവള് പതിയെ കണ്ണു തുറക്കും. ഇക്കിമാര് പറയും എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്റെ കൂടെ ഇരിക്കാനാണ്. നീയാണ് എനിക്ക് വേണ്ടി കാത്തിരുന്നത്. അതുകൊണ്ട് എന്റെ വീട് അത് നീയാണ്. അപ്പൊ മറ്റൊരിടത്ത് ഇപ്പൊ കുട്ടപ്പനാവട്ടെ അങ്ങനെ മൂകമായിട്ടിരിക്കുകയാണ്. അപ്പൊ അത് കണ്ട് സാക്കുറ അവളുടെ അടുത്തേക്ക് വന്ന് എന്തുപറ്റി, എന്തുകൊണ്ടാണ് നീ വളരെ മൂടിയായിട്ടിരിക്കുന്നതെന്ന് ഇപ്പൊ അവനോട് ചോദിക്കും. അതിന് കുട്ടപ്പൻ പറയും ആക്ച്വലി ഞാൻ ട്രെയിനിങ് എടുത്തോണ്ടിരുന്നപ്പോ എന്റെ മാസ്റ്റർ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ആരാണോ ഒരുപാട് കാത്തിരിക്കുന്നത് അവിടേക്കാണ് നിങ്ങൾ പോവേണ്ടത്. അതാണ് നിങ്ങളുടെ വീട്. ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചു, പക്ഷെ എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല എന്ന് പറയുമ്പോ സാക്കുറ പറയും ഇതൊരു നല്ല കാര്യമല്ലേ, ഇതിന് ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. അതിന് കുട്ടപ്പൻ പറയും ഒരുപക്ഷെ നമ്മൾ ഗിവപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഈ ഒരു മിഷൻ അത് കംപ്ലീറ്റ് ആക്കാൻ കഴിയില്ല. അതിന് സാക്കുറ പറയും നമ്മളെല്ലാവരും ലീഫ് വില്ലേജിലെ ഷിനോബികളാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഗിവപ്പ് ചെയ്യില്ല. അത്രയും പറഞ്ഞ് ഇപ്പൊ സാക്കുറ ഹാപ്പി ആയിട്ട് മറ്റൊരു ഭാഗത്തേക്ക് നടക്കും. അപ്പൊ കുട്ടപ്പൻ വീണ്ടും അവൻ ആ എക്കിമാരുവിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കാൻ തുടങ്ങും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഗിവപ്പ് ചെയ്യില്ല. ആ ഒരു എക്കുമാരി പെണ്ണിനെ അവളെ ഞാൻ തന്നെ കണ്ടുപിടിക്കുന്നു പറഞ്ഞ് കുട്ടപ്പൻ ഓടുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനം.